നമുക്കൊരു സ്റ്റേക്കേഷനൊക്കെ പറ്റിയ അടിപൊളി ഒരു റിസോർട്ട് കണ്ടാലോ. അപ്പൊ അതാണ് ഇത്. ഓൺ ദ ബീച്ച് ലൈഫ് റിസോർട്ട് എന്നാണ് കേട്ടോ പേര്. നമ്മുടെ സ്നേഹത്തിനും ഓഹ ബീച്ചൊക്കെ കഴിഞ്ഞു വരുന്ന ആ സെയിം റോഡിൽ തന്നെയാണ് കേട്ടോ ഈ ബീച്ച് റോഡ് റിസോർട്ടും വരുന്നത്. ഫ്രണ്ടോട് തുറന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. എനിക്ക് ഇതിന്റെ ഇന്റീരിയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പണ്ടൊരിക്കൽ ഞാൻ സൂരജന്റെ അടുത്ത് വീട് പണിയുമ്പോൾ ഇങ്ങനെ ഒരു വീടിന്റെ ഒരു പ്ലാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റായിട്ട് ഞങ്ങളുടെ ലൈഫിൽ അങ്ങനെ കാണാൻ പറ്റുന്നത് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾ അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു വീടാണ് ഇത്, ഈ റിസോർട്ട് വരുന്നത്. അതുപോലെ തന്നെ കിച്ചൺ, അത് പറയാതിരിക്കാൻ പറ്റില്ല, അത്രയധികം സാധനങ്ങളുണ്ട് കേട്ടോ ആ ഒരു കിച്ചണിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ഫാമിലി എന്ന് പറഞ്ഞാൽ പറ്റില്ല, വലിയ ഫാമിലിക്ക് തന്നെ അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയധികം സാധനങ്ങളുണ്ട് കേട്ടോ. പ്ലേറ്റ്സ്, കപ്സ്, ഗ്ലാസസ്, കട്ട്ലറീസ് എല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കട്ടിംഗ് ബോർഡ് 2-3 ഒക്കെ ഉണ്ടായിരുന്നു. നൈഫ് അതുപോലെ തന്നെ 3 ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഫ്ലാസ്ക്, എല്ലാ സാധനങ്ങളും കേട്ടോ. പിന്നെ അതുപോലെ വേറെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവനും ഇൻഡക്ഷനും വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏതിൽ വേണമെങ്കിൽ കുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഉണ്ണീനെയും കൊണ്ട് പോകുന്നതുകൊണ്ട് എനിക്ക് ഉണ്ണിയുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടായിരുന്നു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇത് വേണമെങ്കിൽ ഉപയോഗിച്ച ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനൊന്നും അടിക്കേണ്ട വന്നിട്ടില്ല. അവൾക്ക് നല്ലപോലെ കംഫർട്ട് ആയിട്ടുള്ള ഫുഡ് തന്നെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റിട്ടോ. ഇത്രയധികം പാത്രങ്ങളും സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി, കിച്ചണിന്റെ കാര്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ അങ്ങനെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഫ്രിഡ്ജിന്റെ വിഷമമുണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളൊരു കപ്പ് കേക്കൊക്കെ മേടിച്ചിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കേക്കാണ് കേട്ടോ ആയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ റിസോർട്ടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ. അതിന്റെ പുറത്തോട്ടുള്ള പിൻഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 ഊഞ്ഞാലുണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ ഷവർ ഉണ്ട്. പിന്നെ വേറൊരു സംഭവം വെച്ചാൽ സ്വിമ്മിംഗ് പൂൾ. അത് ഞങ്ങൾ ചെല്ലുമ്പോൾ വർക്കിംഗ് അല്ലായിരുന്നു, ബട്ട് അത് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെയായിരുന്നു കേട്ടോ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കുഞ്ഞു സ്വിമ്മിംഗ് പൂൾ ആണ്, ബട്ട് നല്ല രസമായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ വാഷ്റൂം നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഒരു വാഷ്റൂം തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ വലിയ മിററൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റെയർ കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെഡ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റോപ്പ് വെച്ചിട്ടുള്ള ഒരു സംഭവം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ആൾക്കാരുടെ വീട്ടിലും ഒക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളൊരു വീട് പണിയാണെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം സെറ്റ് ചെയ്യണം ഞാൻ സൂരജാനോട് പറഞ്ഞിട്ടുണ്ട്. സൂരജാനും ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു സ്പേസും കൂടി ഉണ്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റിയിട്ട്. പിന്നെ ഫ്രണ്ട് വ്യൂ പറയാതിരിക്കാനേ പറ്റില്ല. ബീച്ച് അടിപൊളിയാണ് കേട്ടോ എല്ലാ സമയത്തും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അടിപൊളി റിസോർട്ടാണ്.